സർവകലാശാല വിഷയത്തിൽ സർക്കാർ ഗവർണർ അനുനയ നീക്കം പാളി. കാലിക്കറ്റ് സർവകലാശാല വിസി നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നീക്കം പൊളിഞ്ഞു. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർവകലാശാല സെനറ്റ് പ്രതിനിധി പ്രൊഫസർ എ സാബു പിന്മാറി. സർക്കാരും ഗവർണറും അനുനയത്തിലേക്ക് എന്ന് സൂചന നൽകിയായിരുന്നു ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല വിസി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ ഉത്തരവിറക്കിയത്. സർവകലാശാല പ്രതിനിധി, ഗവർണറുടെ പ്രതിനിധി, UGC പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തിയായിരുന്നു കമ്മിറ്റി. ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം നാടകീയമായി സർവകലാശാല സെനറ്റ് പ്രതിനിധി പ്രൊഫസർ എ സാബു കമ്മിറ്റിയിൽ നിന്ന് പിന്മാറി. ചാൻസലർ കൂടിയായ ഗവർണർക്ക് പിന്മാറുന്നതായി ഇമെയിൽ സന്ദേശത്തിൽ അറിയിച്ചു. ഇതോടെ ഗവർണർ പുറത്തിറക്കിയ സെർച്ച് കമ്മിറ്റി പട്ടിക അസാധുവാകും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വിസി നിയമനത്തിൽ മുഖ്യമന്ത്രി നൽകിയ പട്ടിക ഗവർണർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ശാസ്ത്ര സാങ്കേതിക കൗൺസിൽ മെമ്പർ സെക്രട്ടറി കൂടിയായ എ സാബുവിനോട് പിന്മാറാൻ സർക്കാർ നിർദ്ദേശിച്ചത്. സർവകലാശാല പ്രതിനിധിയെ നൽകാത്തതിനാലാണ് വിസി നിയമനം കഴിഞ്ഞ 2 വർഷമായി നടക്കാത്തത്. നേരത്തെ സെനറ്റ് തീരുമാനിച്ച പ്രതിനിധി ഡോക്ടർ ധർമ്മരാജ അഡാട്ടും പിന്മാറിയിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.